ഹലോ, ലിനക്സിലെ സിമ്പിൾ ഫിൽറ്റേഴ്സിനെ കുറിച്ചുള്ള സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹെഡ്, ടെയിൽ, സോർട്ട്, കട്ട് എന്നിവയെക്കുറിച്ചാണ്. ഇവയെല്ലാം കമാൻഡ് ലൈൻ ടെക്സ്റ്റ് മാറ്റുന്നതിനുള്ള ടൂൾസ് ആണ്. നിങ്ങൾ ടെർമിനലിൽ ഒരു ഹാഷ് ചിഹ്നം കാണുന്നുവെങ്കിൽ ആ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി നിങ്ങൾ റൂട്ട് ആകേണ്ടതുണ്ട്. സുഡോ സു അല്ലെങ്കിൽ സു റൂട്ട് ടെർമിനലിൽ നിങ്ങൾ ഒരു ഡോളർ ചിഹ്നം കാണുന്നുവെങ്കിൽ നിങ്ങൾ ആ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാധാരണ യൂസർ ആയിരിക്കാം. നിങ്ങൾ ഒരു ഡിഫോൾട്ട് ഇൻസ്റ്റലേഷൻ ആണ് നടത്തിയത് എന്ന് ഞാൻ കരുതുന്നു, കൂടാതെ ഫയൽസ് സേവ് ചെയ്യപ്പെടുന്ന ഇടത്തെ ഒരു പാത്തും മാറ്റിയിട്ടില്ല എന്നും. ഈ ട്യൂട്ടോറിയലിനായി ഞാൻ ഉപയോഗിക്കുന്നത് ലിനക്സ് ആണ്. ഈ പാഠഭാഗം പഠിക്കുവാൻ മുൻകൂട്ടി ആവശ്യമായുള്ളത് മൌസും കീബോർഡും വിൻഡോയിലെ മിനിമൈസ് ചെയ്യുവാനും മാക്സിമൈസ് ചെയ്യുവാനുമുള്ള ബട്ടണുകളും ഉപയോഗിക്കുവാനുള്ള കഴിവാണ്. ഡിഫോൾട്ടായി ഫയലിന്റെ ആദ്യ 10 വരികൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനായി നമ്മൾ ഹെഡ് കമാൻഡ് ഉപയോഗിക്കുന്നു, തുടർന്ന് ഒരു ആസ്കി ഫയൽ നെയിം. നമുക്ക് ഒരു ഫയൽ നിർമ്മിക്കാം. ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് പോവുക. സമയം ലാഭിക്കുന്നതിനായി ഞാൻ ഈ നമ്പറുകൾ മുൻപേ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനത് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യട്ടെ. ഫയലിലെ സേവിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ numbers.txt എന്ന പേര് നൽകി സേവ് ക്ലിക്ക് ചെയ്യുക. ഈ ഫയൽ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, ടെർമിനലിലേക്ക് പോവുക. നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫയൽ കാണുവാൻ ശ്രമിച്ചു നോക്കാം. എൽഎസ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇവിടെ നമ്മൾ ചെയ്തത് നമ്മുടെ ഹോം ഡയറക്ടറിയിലുള്ള എല്ലാ ഫോൾഡറുകളും ഫയലുകളും ലിസ്റ്റ് ചെയ്യുവാനാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ നിർമ്മിച്ച ഫയലിന്റെ ഉള്ളടക്കം വായിക്കുന്നതിനായി കാട്ട് കമാൻഡ് ഉപയോഗിക്കാം. കാട്ട് num ഫയൽ നെയിം തനിയെ പൂരിപ്പിക്കുന്നതിനായി ടാബ് അമർത്തുക. എന്ററിൽ അമർത്തുക. ഇത് തന്നെ നമുക്ക് ഹെഡ് കമാൻഡ് ഉപയോഗിച്ചും ചെയ്തു നോക്കാം. ഹെഡ് numbers.txt എന്റർ. ഇപ്പോൾ ആദ്യ 10 വരികൾ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ആദ്യ 5 വരികളാണ് കാണുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹെഡ് കമാൻഡിനും ഫയലിനും ഇടയിൽ -n5 ഓപ്ഷൻ ഉപയോഗിക്കുക. അപ്പ് ആരോ, -n5, എന്റർ ഇവ അമർത്തുക. ഇപ്പോൾ ആദ്യ 5 വരികൾ മാത്രം പ്രദർശിപ്പിക്കുന്നു. നമുക്ക് അവതരണത്തിലേക്ക് മടങ്ങി വരാം. ടെയിൽ കമാൻഡ് ഹെഡ് കമാൻഡിന് നേരെ എതിരായി പ്രവർത്തിക്കുന്നു. ഡിഫോൾട്ടായി ഒരു ഫയലിലെ അവസാന 10 വരികൾ പ്രദർശിപ്പിക്കുന്നു. ടെർമിനലിലേക്ക് മടങ്ങുന്നതിനായി ഞാൻ Altഉം ടാബും അമർത്തുന്നു. ടെയിൽ numbers.txt. നമുക്ക് അവസാന 5 വരികൾ മാത്രമേ കാണേണ്ടതുള്ളൂവെങ്കിൽ ടെയിൽ കമാൻഡിനും ഫയലിനും ഇടയിൽ -n5 ഓപ്ഷൻ ഉപയോഗിക്കുക. -n5 എന്റർ. സ്ലൈഡ്സിലേക്ക് പോവുക. ഒരു സിസ്റ്റത്തിൽ നടന്ന ഇവന്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ലോഗ് ഫയൽ. auth.log ഫയൽ ലോഗിൻ ചെയ്തവരുടെയും ലോഗൌട്ട് ചെയ്തവരുടെയും ലോഗ്സ് മെയിന്റെയിൻ ചെയ്യുന്നു. ടെയിൽ കമാൻഡിന്റെ ഏറ്റവും ഉപയോഗപ്രദമായ ഓപ്ഷൻ ഒരു ലോഗ് ഫയലിന്റെ ടെയിൽ കാണുന്നതിനായുള്ള -f ഓപ്ഷന്റെ ഉപയോഗമാണ്. ലോഗ് ഫയലിന്റെ അവസാനം ഒരു വരി കൂടി ചേർത്താൽ ടെയിൽ കമാൻഡ് അത് അവസാന വരിയായി എടുക്കുന്നതും ഡിഫോൾട്ടായി അതിന് മുകളിലുള്ള 10 വരികൾ പ്രദർശിപ്പിക്കുന്നതുമായിരിക്കും. ടെർമിനലിലേക്ക് പോവുക. ടെയിൽ -f/var logauth.log. ഞാൻ ഈ ടെർമിനൽ റീസൈസ് ചെയ്യട്ടെ. നമുക്ക് മറ്റൊരു ടെർമിനൽ തുറക്കാം. ആപ്ലിക്കേഷൻ, ആക്സസറീസ്, ടെർമിനൽ. ഞാൻ ഈ ടെർമിനൽ റീസൈസ് ചെയ്യട്ടെ. അപ്പോൾ ഒരു ലോഗ് ഫയലിന്റെ അവസാന വരിയെ ടെയിൽ എങ്ങനെയാണ് പിന്തുടരുക എന്ന് ഒരൊറ്റ വിൻഡോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരാൻ എനിക്കാകും. നിങ്ങൾ സ്വയം സു ശ്രമിച്ചു നോക്കുക. എന്റർ അമർത്തുക. തെറ്റായ ചില പാസ്വേഡ് നൽകുക. എന്റർ അമർത്തുക.
ടെയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെർമിനലിൽ ഒരു പുതിയ ലോഗ് ചേർത്തതായി നിങ്ങൾ കാണും. ഡേറ്റ് ആൻഡ് ടൈം സൂചിപ്പിക്കുന്നത് എപ്പോഴാണ് ഒതന്റിക്കേഷൻ ഫെയിലിയർ നടന്നത് എന്ന്. സിസ്റ്റം ഡേറ്റും ടൈമും പരിശോധിക്കുന്നതിനായി ഡേറ്റ് ടൈപ്പ് ചെയ്യുക, പിന്നീട് എന്റർ അമർത്തുക. ഈ ടെർമിനൽ ക്ലോസ് ചെയ്യുന്നതിനായി ടൈപ്പ് എക്സിറ്റ്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെയിൽ കമാൻഡ് ക്ലോസ് ചെയ്യുന്നതിനും സ്ക്രീൻ മാക്സിമൈസ് ചെയ്യുന്നതിനും Ctrl+C അമർത്തുക. മുൻ ഉദാഹരണത്തിൽ നമ്മൾ auth.log ഫയൽ മാത്രമാണ് കണ്ടത്. ഇവയാണ് ലിനക്സ് പൊതുവായി ഉപയോഗിക്കുന്ന ലോഗ് ഫയലുകൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രശ്നകാരണം കണ്ടെത്തുന്നതിനായുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒരു ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഈ ലോഗ് ഫയലുകൾ നോക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ സോർട്ട് കമാൻഡ് നമുക്ക് വേണ്ടി ഫയൽ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും സോർട്ട് ചെയ്യുന്നു. സോർട്ട് നമ്പേഴ്സ്.txt ഇത് നമ്മുടെ നമ്പേഴ്സ്.txt ഫയൽ ആരോഹണ ക്രമത്തിൽ സോർട്ട് ചെയ്യുന്നു. അവിടെ അപരിചിതമായ ചിലത് ശ്രദ്ധിക്കുക. സോർട്ട് ആദ്യ ക്യാരക്ടർ മാത്രമാണ് സോർട്ട് ചെയ്യുന്നതിനായി എടുക്കുന്നത്. അപ്പോൾ 10, 11, 12 എന്നിവ 2ന് മുൻപ് പ്രത്യക്ഷപ്പെടുന്നു. ഇത് ഒഴിവാക്കുന്നതിനായി -n എന്ന ഓപ്ഷൻ കൂടി ചേർക്കുക, പിന്നീട് എന്റർ അമർത്തുക. ഇപ്പോൾ സോർട്ട് ചെയ്യുന്നതിനായി സോർട്ട് മുഴുവൻ സംഖ്യയും നോക്കുന്നു. number.txt തിരിച്ചുള്ള ക്രമത്തിൽ സോർട്ട് ചെയ്യുന്നതിനായി -r എന്ന ഓപ്ഷൻ കൂടി ചേർക്കുക. നമുക്ക് ഈ ഫയലിൽ ആവർത്തിച്ചു വരുന്ന സംഖ്യകളുണ്ട്. അനന്യമായ സംഖ്യകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനായി മറ്റൊരു ഓപ്ഷൻ -u കൂട്ടിച്ചേർക്കുക. ടെർമിനലിലേക്ക് പോകുക. അപ്പ് ആരോ u എന്റർ ചെയ്യുക. മുൻപ് 2 2കൾ പ്രദർശിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു 2 മാത്രമേ പ്രദർശിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു ഫയൽ ഒരു പ്രത്യേക കോളത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സോർട്ട് ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് ഒരു ഫയൽ നിർമ്മിക്കുകയും അതിൽ താഴെ കാണിച്ചിരിക്കുന്നത് പോലെ എന്റർ ചെയ്യുകയും ചെയ്യാം. ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് പോവുക. ഡേറ്റ മുൻപേ തന്നെ മറ്റൊരു ഫയലിലായി എന്റെ പക്കലുണ്ട്. സമയലാഭത്തിനായി ഞാനത് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം. Ctrl+C, Ctrl+V. ഫയൽ അത് marks.txt ആയി സേവ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. ഈ ഫയലിലുള്ള സ്പെഷ്യൽ ക്യാരക്ടർസ് പരിഗണിക്കേണ്ടതില്ല. ആരെങ്കിലും അവർക്ക് കുറഞ്ഞ മാർക്ക് കൊടുത്തതിന്റെ പേരിൽ എന്നെ വിചാരണ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഫയൽ ക്ലോസ് ചെയ്യുക. നമുക്ക് marks.txt ഫയലിന്റെ രണ്ടാമത്തെ കോളത്തെ അടിസ്ഥാനമാക്കി സോർട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് മടങ്ങിപ്പോവുക. സോർട്ട് സ്പേസ് marks.txt സ്പേസ് -t സ്പേസ് ഓപ്പൻ ഇൻവെർട്ടഡ് കോമാസ് സ്പേസ് ക്ലോസ് ഇൻവെർട്ടഡ് കോമാസ് സ്പേസ്. ഇവിടെ -t ഡെലിമിറ്ററിന് വേണ്ടി നിലകൊള്ളുന്നു, കൂടാതെ ക്വോട്ട്സുകൾക്കിടയിലുള്ള സ്പേസ് അതിനെ പ്രതിനിധീകരിക്കുന്നു. സോർട്ട് നടത്തുന്ന രണ്ടാമത്തെ കോളത്തിന് വേണ്ടിയുള്ളതാണ് -k2. എന്റർ അമർത്തുക. catmarks.txt ഇതാണ് ഒറിജിനൽ ഫയൽ. അവിർ മുകളിലേക്കും ബാല താഴേക്കും മാറിയതായി നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് രണ്ടാമത്തെ കോളത്തെ മാത്രം അടിസ്ഥാനമാക്കി നമ്മൾ സോർട്ട് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. കട്ട് കമാൻഡ്സ് ഒരു ഫയലിൽ നിന്നും ചില വിവരങ്ങൾ കട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. നമുക്ക് marks.txtൽ നിന്നും പേരുകൾ മാത്രം അടർത്തിയെടുക്കാം. നമുക്ക് ടെർമിനലിലേക്ക് പോകാം. Alt Tab. കട്ട് സ്പേസ് marks.txt സ്പേസ് -d സ്പേസ് ഓപ്പൻ ഇൻവെർട്ടഡ് കോമാസ് സ്പേസ് ക്ലോസ് ഇൻവെർട്ടഡ് കോമാസ് സ്പേസ്.
ഇവിടെ കട്ട് കമാൻഡിൽ D ആണ് ഡെലിമിറ്റർ കൂടാതെ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദി ക്വോട്ട്സ് ഡെലിമിറ്ററിനെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടാമത്തെ കോളത്തിന് വേണ്ടി -F2 എന്റർ അമർത്തുക. സ്പേസ് കമാൻഡ് ഫയലിലെ ബന്ധപ്പെട്ട പിന്നീടുള്ള വരികൾ കൂട്ടിച്ചേർക്കും. നമുക്ക് ഇപ്പോൾ numbers.txt കൂടാതെ marks.txt ഫയലുകൾ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാം. ടെർമിനലിലേക്ക് പോവുക. പേസ്റ്റ് numbers.txt marks.txt എന്റർ ചെയ്യുക. ഇപ്പോൾ marks.txtന്റെ ആദ്യ വരിയോടൊപ്പം numbers.txtന്റെ ആദ്യ വരി കൂട്ടിച്ചേർന്നിരിക്കുന്നു. നമുക്ക് റിഡയറക്ട് കീ ഉപയോഗിച്ച് ഈ ഔട്ട്പുട്ട് concatefiledottxt എന്ന മറ്റൊരു ഫയലിലേക്ക് റിഡയറക്ട് ചെയ്യുവാൻ കഴിയും. ടെർമിനലിലേക്ക് പോവുക. അപ്പ് ആരോ അമർത്തുക. റിഡയറക്ട് കീ ആയ ഗ്രേറ്റർ ദാൻ ചിഹ്നം concatefiledottxt എന്റർ അമർത്തുക. cat concatefiledottxt. നമുക്ക് സ്ലൈഡ്സിലേക്ക് പോകാം. നമുക്ക് സംഖ്യകൾ ക്രമത്തിൽ ടാബ് കൊണ്ട് ഡെലിമിറ്റഡ് ആയി പ്രിന്റ് ഔട്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് -s ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. പേസ്റ്റ് -s numbers.txt. സ്ലൈഡ്സിലേക്ക് പോവുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബേ.